ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്തുള്ള തേവയ്ക്കൽ വിദ്യോദയ സ്കൂൾ എല്ലാവർക്കും അറിയുന്നതാണ്. വിദ്യോദയ സ്കൂളിൽ നിന്നും വെറും 3 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് മെയിൻ റോഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ വെറും 500 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. അത്യാവശ്യം നല്ല വലിയ ലാൻഡ് അളവിലും നല്ല സ്ക്വയർ ഫീറ്റിലും ചെയ്തിരിക്കുന്ന നല്ല സൗകര്യങ്ങളുള്ള ഒരു വീടാണ് ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ കാണാൻ പോകുന്നത്. ഇവിടെ നിന്ന് നമുക്ക് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് നോക്കുവാണെങ്കിൽ 9.8 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇടപ്പള്ളി ഭാഗത്തേക്ക് ലുലു മാളിന്റെ ഭാഗത്തേക്ക് പോകണമെങ്കിൽ 12 കിലോമീറ്ററും ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വെറും 17 കിലോമീറ്ററും എല്ലായിടത്തേക്കും ഈസി ആയിട്ട് എത്താവുന്ന ആക്സസ് ഉള്ള ഒരു ലൊക്കേഷനിലാണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഈ വീടിന്റെ ഭംഗിയുള്ള എലിവേഷൻ ഒന്ന് കണ്ടിട്ട് വരാം. എലിവേഷൻ വീണ്ടും എടുത്തു പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഭംഗിയുള്ള എലിവേഷൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്നത് ടാർ റോഡ് തന്നെയാണ് പോകുന്നത്. ചുറ്റിനും വീടുകളൊക്കെയുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് വീടിന്റെ മതിലിൽ നിന്ന് തന്നെ തുടങ്ങാം. മതിൽ നിങ്ങൾ നോക്കിക്കോളൂ. പ്രത്യേകിച്ച് എടുത്തു പറയാനൊന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ്. ഓരോ കാണുന്ന പില്ലറുകളിലും ടെക്സ്ചർ വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഗേറ്റ് നോക്കുവാണെങ്കിൽ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലും ഒരു സൈഡ് വന്നിട്ട് ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലും ഈ ഒരു ഡിസൈനിലാണ് ഗേറ്റ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള ടെക്സ്ചർ വർക്കുകളോട് കൂടിയിട്ട് നല്ല GA പൈപ്പിന്റെ വർക്കുകളൊക്കെ കൊടുത്തിട്ടാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നമ്മൾ വീട്ടിലേക്ക് നേരെ വരുമ്പോൾ നിങ്ങൾക്ക് കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ച് കാണാൻ പറ്റുന്നുണ്ട്. ഓൾറെഡി ഒരു വാഹനം അവിടെ പാർക്ക് ചെയ്തിട്ടുമുണ്ട്. നമുക്ക് ഇതിന്റെ പില്ലറുകൾ നോക്കിക്കോളൂ. വളരെ ഭംഗിയായിട്ടാണ് കാർ പോർച്ചിന്റെ 2 ഡബിൾ പില്ലറുകൾ, അതും നല്ല സിമന്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള ടെക്സ്ചർ വർക്കിലാണ് കൊടുത്തിരിക്കുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ട് സ്പോട്ട് ലൈറ്റുകളും LED ബൾബുകളും കൊടുത്തിട്ടുണ്ട്. കാർ പോർച്ചിന്റെ ഭാഗത്തൊക്കെ ആണെങ്കിൽ GA പൈപ്പിന്റെ വർക്കുകളുമാണ് വരുന്നത്. നമുക്ക് ഇവിടെ ഒരു വലിയ കാർ പോർച്ച് തന്നെയാണ് കിട്ടുന്നത്. 18 അടി നീളവും 9 അടി വിട്ടുമാണ് വരുന്നത്. 9 അടി വീതിയും 18 അടി നീളവുമുള്ള വലിയൊരു കാർ പോർച്ച് നമുക്ക് ഇവിടെ ഒന്നാമത്തെ കാറ് പാർക്ക് ചെയ്യാനായിട്ട് കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ കാർ നമുക്ക് ഈ ഭാഗത്താണ് പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. രണ്ടാമത്തെ കാർ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കാറ്. അപ്പോൾ ഒരു വലിയ കാറിനും ഒരു ചെറിയ കാറിനും നന്നായിട്ട് പാർക്ക് ചെയ്യാവുന്ന ഒരു സ്പേസ് ആണ് നമുക്ക് ഈ ഒരു കാർ പോർച്ചിനകത്ത് കിട്ടുന്നത്. നമ്മൾ നേരെ കയറി റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ നല്ല വലിയൊരു കിണർ തന്നെ ഇവിടെ കാണാം. നല്ല ഡെപ്തും വളരെ വിത്തും ഒക്കെ ആയിട്ട് വളരെ വലുപ്പത്തിൽ റൗണ്ട് ആയിട്ടുള്ള ഒരു വലിയ കിണറാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കിണറിനകത്തേക്ക് നോക്കുമ്പോൾ തന്നെ കാണാം ചെങ്കല്ലാണ് അതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട്. മുകളിലുള്ള 3-4 റിങ്ങുകൾ മാത്രമാണ് ഒരു ഭംഗിക്ക് വേണ്ടി ഹൈറ്റിലേക്ക് കെട്ടിയിരിക്കുന്നത്. ബാക്കി താഴേക്കെല്ലാം തന്നെ നല്ല ആഴത്തിൽ ചെങ്കല്ലിന്റെ കിണറാണ്. നമുക്ക് മറ്റൊരു ഓപ്ഷൻ ആയിട്ടുള്ളത് ഇവിടെ KWയുടെ വാട്ടർ കണക്ഷനും കൂടിയാണ്. കിണറിന്റെ സൈഡിലൂടെ നമ്മൾ വീടിന്റെ ബാക്കിലേക്ക് നേരെ പോകുന്ന സമയത്ത് ഇവിടെയും നല്ല രീതിയിൽ വിട്ട് കൊടുത്തിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. നമ്മൾ കടന്നു പോകുന്ന വഴികളിലൊക്കെ നോക്കുവാണെങ്കിൽ വലിയ ബേബി മെറ്റലാണ് ഇവിടെ എല്ലാം തന്നെ വിരിച്ചിരിക്കുന്നത്. നമുക്ക് സ്കൂളുകളാണെന്നുണ്ടെങ്കിലും ഹോസ്പിറ്റലുകളാണെന്നുണ്ടെങ്കിലും എല്ലാം മതവിഭാഗത്തിൽപ്പെട്ടവരുടെ ആരാധനാലയങ്ങൾ എല്ലാം തന്നെ ഇവിടെ വളരെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ ബാക്കിൽ കിച്ചന്റെ സൈഡിലൂടെ, കിച്ചന്റെ ബാക്ക് സൈഡിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇവിടെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ടൈലാണ് ഇട്ടിരിക്കുന്നത്. നമുക്കൊരു ചെറിയ കിച്ചൺ സ്ലാബ് ഫെസിലിറ്റി പോലെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് വർക്ക് ഏരിയ കൂടി ചെയ്തെടുക്കാവുന്നതാണ്. അതിനുള്ള അറേഞ്ച്മെന്റും ഇവിടെ ചെയ്തിട്ടുണ്ട്. കോർണർ ഭാഗത്തായിട്ട് നമുക്ക് അലക്കുന്ന ആവശ്യത്തിന് തുണിയൊക്കെ അലക്കാനായിട്ട് ചെറിയ അലക്ക് കല്ല് കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിലൂടെ നമ്മളിപ്പോ പോയി വീടിന്റെ ഫ്രണ്ട് ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയും നോക്കിയാൽ കാണാം നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ട് തന്നെയാണ് വീട് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലൂടെ കറങ്ങി നമ്മളിപ്പോ ഒന്നാമത്തെ കാർ പാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗത്തേക്കാണ് തിരിച്ച് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 5.25 സെന്റ് സ്ഥലമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 5.25 സെന്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. വീടിന്റെ സറൗണ്ടിങ് ഏരിയാസ് നിങ്ങൾ കണ്ടു, നല്ല സൗകര്യങ്ങളുണ്ട്. 2500 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിന്റെ അകത്തുള്ള റൂമുകളുടെ വലുപ്പം കാണുമ്പോഴാണ് നിങ്ങൾക്ക് എക്സാക്റ്റ് ആയിട്ട് എത്ര വലിയ വീടാണെന്ന് അറിയാൻ പറ്റുന്നത്.
നമുക്കൊരു 2 ചെയറുകൾ ഇടാൻ പറ്റുന്ന സ്പേസ് ആണ് സിറ്റ് ഔട്ടിൽ കിട്ടുന്നത്. ഭംഗിയുള്ള ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് തിരിച്ചിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോർ നോക്കുവാണെങ്കിൽ ഒറ്റപ്പാളിയിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഫേസിംഗ് ആയിട്ടാണ്, വടക്ക് ഭാഗത്തേക്കാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. നമുക്ക് അകത്ത് കയറിയിട്ട് ലിവിംഗ് സ്പേസ് ഒന്ന് കണ്ടു നോക്കാം. മെയിൻ ഡോർ തുറന്ന് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലിവിംഗ് സ്പേസ് ആണ്. ഭംഗിയായിട്ടുള്ള വൈറ്റ് കളർ ടൈൽ, ചെറിയൊരു ബ്രൗൺ ഡിസൈൻ വരുന്ന ടൈലാണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. നേരെ കയറി വരുമ്പോൾ മെയിൻ ഡോർ കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് 3 വിൻഡോസും, സ്ട്രെയിറ്റ് നോക്കുമ്പോൾ ഈ ഭാഗത്ത് 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ വലിയൊരു ലിവിംഗ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 8-9 പേരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഈ ഭാഗത്തായിട്ടാണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് മൾട്ടിവുഡിൽ കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ ഷെൽഫുകളും താഴെയൊക്കെ കബോർഡുകൾ വെച്ച് ഡോർ ക്ലോസ് ചെയ്യാവുന്ന രീതിയിലും ഒരുപാട് ഷെൽഫ് ഫെസിലിറ്റികൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനിടയിലൊക്കെ ചെറിയ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിലും ആവശ്യത്തിനുള്ള സീലിംഗ് വർക്കുകളും LED സ്ട്രിപ്പുകളും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. മിഡിലായിട്ടൊരു ഫാൻ ഫിറ്റിംഗ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത റൂമിലേക്ക് പോകുമ്പോൾ ഡൈനിങ് സ്പേസ് ആണ്. അതിന്റെ എൻട്രൻസ് നോക്കിയാലും മൾട്ടിവുഡിൽ തന്നെ ഭംഗിയായിട്ട് ഷെൽഫ് ഫെസിലിറ്റികളോട് കൂടിയിട്ട് സ്പോട്ട് ലൈറ്റുകളൊക്കെ ഇട്ടിട്ടാണ് ഭംഗിയായിട്ട് എൻട്രൻസ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നേരെ കടന്നു വരുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഫ്രഞ്ച് മോഡൽ 2 വിൻഡോസ് ആണ് നമുക്ക് കിട്ടുന്നത്. അതിന് തൊട്ടടുത്ത് നോക്കുവാണെങ്കിൽ കാണാം വീണ്ടും അഗൈൻ ഒരു 3 വിൻഡോസ് കൂടിയാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഇവിടെ നിന്ന് തന്നെയാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പുകളിലൊക്കെ വിരിച്ചിരിക്കുന്നത്. ഹാൻഡ് റൈൽസ് നല്ല ഭംഗിയുള്ള ഡിസൈനിൽ നല്ല ഉരുണ്ട പില്ലറുകളായിട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിലും അകത്തൊക്കെ വന്നിട്ട് ടഫന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് സേഫ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ താഴെ വരുന്ന ഭാഗം നോക്കിയാലും കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇൻവെർട്ടർ ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ആ ഏരിയ യൂസ് ചെയ്യാം. ചെറിയ ഫ്ലവർ പോട്ടൊക്കെ വെക്കാനായിട്ട് ഒരുപാട് ഓപ്പൺ ഷെൽഫ് ഫെസിലിറ്റികൾ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഡൈനിങ് സ്പേസ് നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. നമുക്കൊരു 10 പേരെ കംഫർട്ട് ആയിട്ട് ഇവിടെ ഇരുത്താം. ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്താൽ 12 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന നീളവും വീതിയുമുള്ള വലിയൊരു ഡൈനിങ് ഏരിയ ആണ്. 2500 സ്ക്വയർ ഫീറ്റിന്റെ വീടായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും വലിയൊരു ഡൈനിങ് സ്പേസ് ഇവിടെ കിട്ടുന്നത്. എടുത്തു പറയേണ്ട ഹൈലൈറ്റ് തന്നെയാണ്. നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകളെ എല്ലാം ഒരേ സമയം ഇരുത്തി ഫുഡ് കൊടുക്കാൻ കഴിയുന്ന വലിയൊരു ഡൈനിങ് ഏരിയ ആണ് നമുക്ക് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. ഇവിടെ നമുക്ക് 3 വിൻഡോസും കൂടെ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ റൂഫിൽ നേരെ നോക്കുവാണെങ്കിൽ സ്റ്റെപ്പ് കയറി പോകുന്ന ആ ഒരു ഭാഗം മാത്രമാണ് നമുക്ക് ഡബിൾ ഹൈറ്റഡ് ആയിട്ട് വരുന്നത്. അവിടുത്തെ റൂഫിൽ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട്. മുകളിലേക്ക് പോകുന്ന സമയത്ത് കുറച്ചും കൂടി അടുത്ത് നമുക്കത് കാണാൻ പറ്റുന്നതാണ്. ഡൈനിങ് ഹാളിന്റെ ബാക്കി വരുന്ന റൂഫിലെല്ലാം നോക്കിക്കോളൂ, നല്ല രീതിയിലുള്ള വർക്കുകൾ വരുന്നുണ്ട്. LED സ്ട്രിപ്പുകൾ, LED ലൈറ്റ് ഫിറ്റിംഗ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. മെയിൻ ഡൈനിങ് ഏരിയയുടെ മുകളിലായിട്ട് ഒരു ഫാൻ ഫിറ്റിംഗ് കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു വീടിനെ ഹൈലൈറ്റ് ഈ ഒരു ഡൈനിങ് ഏരിയയും ലിവിംഗ് ഏരിയയും തന്നെയാണ്. വളരെ വലിയ ഏരിയ തന്നെയാണ് വീടിനകത്തെല്ലാം നമുക്ക് കിട്ടുന്നത്. സ്ട്രെയിറ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ ഓപ്പൺ കിച്ചൺ കാണാൻ പറ്റുന്നുണ്ട്. അത് കൂടാതെ ഞാൻ നിൽക്കുന്നതിന്റെ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് നമുക്ക് 2 ബെഡ്റൂമുകളും കിട്ടുന്നുണ്ട്. നമുക്ക് ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ബെഡ്റൂം ആണ്. ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ രണ്ടാമത്തെ ബെഡ്റൂമും. രണ്ടിന്റെ മിഡിലായിട്ടാണ് ഇവിടുത്തെ വാഷ് ഏരിയ വരുന്നത്. ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ജെറയുടെയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ഗ്രേ കളറുള്ള ടൈലുമാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഇതിരിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു മൾട്ടിവുഡ് ക്യാബിനകത്ത് തന്നെയാണ്. താഴെയും സൈഡിലും ഒക്കെ ഓപ്പൺ ഷെൽഫുകൾ കിട്ടുന്നുണ്ട്. ഗ്രാനൈറ്റിലാണ് ഈ ഒരു വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂമുകൾ കണ്ടതിന് ശേഷം കിച്ചൺ കണ്ടു നോക്കാം. നമ്മൾ ഇവിടുത്തെ ഒന്നാമത്തെ ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത്. ഡോറിന്റെ ഡിസൈനും പാറ്റേണും ഒക്കെ ഇങ്ങനെയാണ്. ഇവിടുത്തെ എല്ലാ ഡോറുകളും തന്നെ വന്നിട്ട് ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ടോയ്ലറ്റ് ഫിറ്റിംഗ്സ് നിങ്ങൾ കണ്ടു, ജെറയിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് നോക്കുവാണെങ്കിൽ കേബിൾ വയറൊക്കെ വന്നിട്ട് വി ഗാർഡിന്റെയുമാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല വലിയൊരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇതിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 12 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. 2 സിംഗിൾ വിൻഡോസ് 2 സൈഡിലായിട്ട്, ഒരേ വോളിൽ തന്നെ 2 സൈഡിലായിട്ട് നമുക്ക് ടോട്ടൽ 4 വിൻഡോസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഈ ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ നല്ല ഭംഗിയുള്ള ഡിസൈനിൽ വുഡൻ കളർ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിലും നല്ല രീതിയിലുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മിഡിലായിട്ട് ഒരു ഫാൻ ഫിറ്റിംഗ് കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡോറിന്റെ ഡിസൈൻ വന്നിട്ട് ഇങ്ങനെയാണ്. അകത്തുള്ള ടൈലുകൾ നോക്കുവാണെങ്കിൽ വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിൽ നല്ല ഭംഗിയുള്ള ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല സൗകര്യങ്ങൾ കൊടുത്തിട്ട് തന്നെയാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവിടെയായിട്ടാണ് നമ്മൾ വാഷ് ഏരിയ കണ്ടത്. അതിനുശേഷം നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. അതിന്റെ മുകളിലൊക്കെ നല്ല രീതിയിൽ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്.
ഈ കാണുന്നതാണ് രണ്ടാമത്തെ ബെഡ്റൂം. നല്ല സ്ക്വയർ ഫീറ്റ് അളവ് ഉള്ളത് കൊണ്ട് തന്നെ ബെഡ്റൂമുകളൊക്കെ തമ്മിൽ നല്ല പ്രൈവസി കിട്ടുന്ന രീതിയിൽ നല്ല ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ കണ്ട ബെഡ്റൂമിനേക്കാളും വലിയ സൈസാണ് ഇവിടെ കിട്ടുന്നത്. 13-11 ഫീറ്റിലാണ് ഈ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെ 2 വിൻഡോസും ആ കാണുന്ന വോളിൽ ടോട്ടൽ 4 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്ത് സെയിം കളർ കോമ്പിനേഷനിലും മോഡലിലൊക്കെ തന്നെയാണ്. ഇതിന്റെ കൂടെയും ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. റൂഫിലാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിലുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും ഒക്കെ തന്നെ ഇവിടെയും കിട്ടുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നേരത്തെ കണ്ട ടൈലിൽ നിന്നും കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ബ്രൗൺ ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിൽ നല്ല ഡിസൈനോട് കൂടിയ ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിലൊക്കെ നോക്കുവാണെങ്കിലും കാണാം ഒരു കോപ്പർ ഫിനിഷോട് കൂടിയിട്ടുള്ള കളറാണ് ടൈലുകൾക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കണ്ട 2 ബാത്റൂമുകളും നല്ല രീതിയിൽ സൗകര്യത്തോടു കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 2 ബെഡ്റൂമുകൾ കണ്ടതിന് ശേഷം വീണ്ടും നമ്മൾ ഡൈനിങ് സ്പേസിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് ഓപ്പൺ കിച്ചൺ സ്റ്റാർട്ട് ചെയ്തത്. എൻട്രൻസ് തന്നെ നോക്കിക്കോളൂ, നല്ല രീതിയിൽ ക്രോക്കറി ഷെൽഫോട് കൂടിയിട്ടാണ് എൻട്രൻസ് കൊടുത്തിരിക്കുന്നത്. ധാരാളം ഓപ്പണിംഗ് വരുന്നുണ്ട്, ഗ്ലാസ് ഡോറുകൾ ഉണ്ട്, കവേർഡ് ആയിട്ടുള്ള ഡോറുകൾ, ഡ്രോസ് ഉണ്ട്. ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള നല്ല സ്പേസ് നമുക്ക് എൻട്രൻസിൽ തന്നെ കിട്ടുന്നുണ്ട്. എൻട്രൻസ് കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിവുഡിൽ നല്ല രീതിയിൽ വർക്കുകളോടും ഡിസൈനോടും ഒക്കെ കൂടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 2 സ്പോട്ട് ലൈറ്റുകളും ഒരു ഹാങ്ങിങ് ലൈറ്റും കൂടെ നമുക്ക് എൻട്രൻസിൽ തന്നെ കിട്ടുന്നുണ്ട്. കിച്ചണിനകത്തേക്ക് കയറുമ്പോൾ നമുക്കൊരു 4-5 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന നല്ല വലിയൊരു കിച്ചൺ തന്നെയാണ് കിട്ടുന്നത്. മെയിൻ ആയിട്ട് കിച്ചണിലേക്ക് നോക്കുമ്പോൾ നമുക്ക് വാർഡ്രോബ്സ് കാണാം. ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഇതെല്ലാം വാർഡ്രോബുകളെല്ലാം തന്നെ, കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ ടോപ്പ് സ്ലാബ് വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ്. സിങ്കും 2 പൈപ്പ് കണക്ഷനും കിട്ടുന്നുണ്ട്. വിൻഡോസ് നോക്കിയാൽ കാണാം, 2 സൈഡിലും ധാരാളം വിൻഡോസ് ഉണ്ട്. വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്. നോർത്ത് ഈസ്റ്റ് ആണ് കിച്ചന്റെ പൊസിഷൻ വരുന്നത്. അതിന്റെ സൈഡിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, നമുക്ക് അടുപ്പ് കത്തിക്കാനായിട്ടുള്ള ഒരു സ്മോക്ക്ലെസ് അടുപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഫെസിലിറ്റി ഉള്ള വീടുകൾ വളരെ കുറവാണ്. നമുക്ക് അത്യാവശ്യം ഇപ്പം ഗ്യാസിന്റെ ഒക്കെ ആ ഒരു റേറ്റ്, സിലിണ്ടറിന്റെ ഒക്കെ റേറ്റ് എല്ലാവർക്കും അറിയാം. അത് അഫോർഡ് ചെയ്യാനൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അത്യാവശ്യം സമയങ്ങളിൽ നമുക്ക് അടുപ്പ് കത്തിക്കാനും, അതുപോലെ തന്നെ നമുക്കറിയാം നോൺ വെജ് ഒക്കെ നമുക്ക് ഇതുപോലുള്ള കിച്ചണുകളിൽ പാചകം ചെയ്യുമ്പോൾ തന്നെ പ്രത്യേക ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. അതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഏരിയ അടുപ്പ് കത്തിക്കാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കിച്ചൺ ക്യാബിനറ്റ്സ് ആ സൈഡിൽ കണ്ടത് കൂടാതെ ഇവിടെ നമുക്ക് വലിയൊരു ക്യാബിനറ്റ് കൂടി കിട്ടുന്നുണ്ട്. ആ ഒരു മൾട്ടിവുഡിന്റെ അതേ കളർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് മുകളിലും താഴെയും നല്ല രീതിയിൽ സ്പേസ് കിട്ടുന്നുണ്ട്. താഴെയും നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനായിട്ട് നല്ല രീതിയിൽ സ്പേസ് കിട്ടുന്നുണ്ട്. കിച്ചണിന്റെ റൂഫിൽ നോക്കിയാലും കാണാം അത്യാവശ്യത്തിനുള്ള വർക്കുകളും വലിയ LED ബൾബുകളും ചെറിയ LED സ്ട്രിപ്പുകളും ഒക്കെ ഇട്ടിട്ട് ഭംഗിയായിട്ടാണ് ഒരു എയർ ഫാനും അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് തുറക്കുന്ന ഈ ഒരു ഡോർ നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാനാണ്. വീണ്ടും സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ കണ്ടിരുന്നു വർക്ക് ഏരിയയ്ക്കായിട്ട് അലോ ചെയ്തിരിക്കുന്ന ആ ഒരു സ്പേസ് ആണ് ഇപ്പൊ അവിടെ വേക്കന്റ് ആയിട്ട് കിടക്കുന്നത്. താഴെയുള്ള എല്ലാം കണ്ടു കഴിഞ്ഞു മുകളിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ് എത്തിയിരിക്കുന്നത്. കയറി വന്ന വഴിക്ക് നോക്കിയാൽ കാണാം പെർഗോള മോഡലിൽ കുറച്ച് ഓപ്പണിങ്സ് കൊടുത്തിട്ട് അതിനിടയിലെല്ലാം ചെറിയ LED ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ സ്റ്റെപ്പ് കയറി നേരെ വരുന്ന സമയത്ത് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കുമായിട്ട് നല്ല വലിയ സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 2500 സ്ക്വയർ ഫീറ്റ് എങ്ങനെ ഭംഗിയായിട്ട് യൂട്ടിലൈസ് ചെയ്യാവോ ആ രീതിയിലാണ് ഈ ഒരു വീട്ടിലെ സ്പേസുകൾ നമുക്ക് കിട്ടുന്നത്. സ്റ്റെപ്പ് കയറി വന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഭാഗങ്ങൾ നമുക്ക് ആദ്യം കണ്ടു നോക്കാം. നേരെ വരുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു ഹാള് കിട്ടുന്നുണ്ട്. ഇവിടെ 3 വിൻഡോസും ഈ ഭാഗത്ത് 2 വിൻഡോസും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരുപാട് ഓപ്പൺ സ്പേസുകൾ ഉള്ളത് കൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും എന്ത് അറേഞ്ച്മെന്റ് വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ആ ഭാഗത്ത് വേറെ ഒരു അപ്പർ ലിവിംഗ് സ്പേസ് എക്സ്ട്രാ വേറെ കിട്ടുന്നുണ്ട് സ്പെഷ്യൽ ആയിട്ട്. അത് കൂടാതെ ഈ ഏരിയ വേണമെങ്കിൽ നമുക്ക് എന്ത് രീതിയിൽ ചെയർ ഇടാനോ അറേഞ്ച്മെന്റ് ചെയ്യാനോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിൽക്കുന്ന സമയത്ത് റൂഫ് ഒന്ന് നോക്കിക്കോളൂ. കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഹാളിൽ വലിയൊരു ഹാളാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് റൂഫില് വർക്കുകളും വലിയ LED ബൾബുകളും ചെറിയ ലൈറ്റ് ഫിറ്റിംഗ്സും LED സ്ട്രിപ്പുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ നിൽക്കുന്ന ഈ ഒരു ഏരിയയുടെ നേരെ മുകളിൽ നോക്കിയാൽ ഇവിടെ ആയിട്ട് നമുക്കൊരു ഫാൻ ഫിറ്റിംഗ് കൂടി കിട്ടുന്നുണ്ട്. ഇവിടെ ആയിട്ട് നിങ്ങൾക്കൊരു ഡോറ് കാണാം. ഇവിടുത്തെ യൂട്ടിലിറ്റിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. വളരെ വലിയ ഒരു യൂട്ടിലിറ്റി ഏരിയയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ടൈലാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പവർ പോയിന്റും അതുപോലെ വേസ്റ്റ് വാട്ടർ ലൈനെല്ലാം ഇവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിത് കവർ ചെയ്തെടുക്കണമെങ്കിൽ ബിൽഡറായിട്ട് സംസാരിച്ച് തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്ന് തന്നെയാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടെറസ് വന്നിട്ട് ഓപ്പൺ ടെറസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. യൂട്ടിലിറ്റി സ്പേസ് കണ്ടു കഴിഞ്ഞു. താഴെ 2 ബെഡ്റൂമുകളാണ് നമ്മൾ കണ്ടത്. മുകളിൽ 2 ബെഡ്റൂമാണ് കിട്ടുന്നത്. ബെഡ്റൂമിലേക്കൊക്കെ പോകുന്ന വഴിക്ക് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരുപാട് സ്പേസ് ആണ് നമുക്ക് ഇവിടെയൊക്കെ കിട്ടുന്നത്. യാതൊരു കൺജൻഷനും ഇല്ലാതെ ഒരുപാട് സ്പേസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മുകളിലൊക്കെ നോക്കുവാണെങ്കിൽ കാണാം ചെറുതായി വെറുതെ കിടക്കുന്ന ഓപ്പൺ സ്പേസിലാണെങ്കിൽ പോലും ചെറിയ LED ബൾബുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്.
ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ എല്ലാം സെയിം ആണ്. മൂന്നാമത്തെ ബെഡ്റൂം ആണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. ഇതും ഒരു വലിയ ബെഡ്റൂം തന്നെയാണ്. 14-10 ഫീറ്റിലാണ് ഈ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ചുറ്റിനും നോക്കിയാൽ കാണാം നിറയെ വിൻഡോസ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ റൂഫിലാണെന്നുണ്ടെങ്കിൽ നോക്കിയാൽ കാണാം സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമുക്ക് വാർഡ്രോബ് കിട്ടുന്നത്. വുഡൻ കളർ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഭംഗിയായിട്ട് നല്ല സ്റ്റോറേജ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം അതിന് തൊട്ടടുത്തായിട്ടാണ് വരുന്നത്. ബാത്റൂമിലെ ടൈലുകൾ നോക്കുവാണെങ്കിൽ ഒരു ലൈറ്റ് ഗ്രീനിഷ് ഷെയ്ഡും വൈറ്റും കൂടി മിക്സ്ഡ് ആയിട്ടാണ് ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. നല്ല ഗ്ലോസി ആയിട്ടുള്ള ടൈലാണ് വോളിൽ വരുന്നത്. മറ്റു 2 ബാത്റൂമുകളെയും പോലെ തന്നെ നല്ല സൗകര്യത്തിലാണ് ഈ ഒരു ബാത്റൂമും ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഫൈനൽ 4ാമത്തെ ബെഡ്റൂം ആണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഈ ഭാഗത്തായിട്ടാണ് ഇത് വരുന്നത്. ഇതിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 12 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് 2 സൈഡിലായിട്ട് ടോട്ടൽ 4 വിൻഡോസ് ഇവിടെ കാണാം. വാർഡ്രോബ് വരുന്നത് ഈ ഭാഗത്ത് മൾട്ടിവുഡിൽ സെയിം ഡിസൈനിൽ തന്നെ ഇതും നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാ റൂമുകളുടെയും റൂഫിൽ നോക്കിയാൽ കാണാം ഫാൻ ഫിറ്റിംഗ് എല്ലാ റൂമുകളിലും ഓപ്പൺ സ്പേസിലും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് ഫിറ്റിംഗും കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് നോക്കുവാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ടൈലുകൾ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടാണ് ടൈലിന്റെ കളർ കോമ്പിനേഷൻസ് എല്ലാം ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. 4ാമത്തെ ബാത്റൂം നോക്കുവാണെങ്കിലും അതും നല്ല രീതിയിൽ വലുപ്പത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ 4ാമത്തെ ബെഡ്റൂമും കണ്ടു കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ഹാളിലേക്കാണ് വരുന്നത്. ഇവിടെ നിന്നാണ് സ്റ്റെപ്പ് കയറി വന്നത്. സ്റ്റെപ്പ് കയറി വന്നതിന് ലെഫ്റ്റ് സൈഡിലുള്ള ഭാഗങ്ങളാണ് കണ്ടത്. ഇത് നമ്മൾ നേരെ റൈറ്റ് സൈഡിലേക്കാണ് പോകുന്നത്. റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടെ നമുക്കൊരു വലിയ ഹാള് കിട്ടുന്നുണ്ട്. നമ്മളുടെ അപ്പർ ലിവിംഗ് ഏരിയ ഇവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല വലിയ സ്പേസ് തന്നെയാണ് ലിവിങ്ങിനായിട്ട് മുകളിലും കിട്ടുന്നത്. ഇവിടെ 3 വിൻഡോസും ഈ ഭാഗത്ത് 3 വിൻഡോസും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിലും നല്ല രീതിയിലുള്ള വർക്കുകളും വലിയ LED ബൾബുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ വരുന്നുണ്ട്. ഒരു ഫാൻ ഫെസിലിറ്റി നമുക്ക് ഇവിടെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മുകളിലത്തെ നിലയിൽ TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ഈ ഭാഗത്തായിട്ടാണ് കിട്ടുന്നത്. മൾട്ടിവുഡിൽ തന്നെ നല്ല ഡിസൈനോട് കൂടിയിട്ട് ഒരുപാട് ഷെൽഫുകളൊക്കെ കിട്ടുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് അറേഞ്ച്മെന്റ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്കിനി ഫൈനലി ഇവിടുത്തെ ബാൽക്കണിയാണ് കാണാനുള്ളത്. ഇവിടെ നിന്നുള്ള ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ ഇറങ്ങുന്നത് ബാൽക്കണിയിലേക്കാണ്. ഇവിടുത്തെ ബാൽക്കണി കണ്ടോളൂ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വലിയ ബാൽക്കണിയാണ് കിട്ടുന്നത്. താഴെ നിന്നുള്ള പില്ലർ കണ്ടിന്യൂ ചെയ്ത് മുകളിലേക്ക് വരുമ്പോൾ ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ ഡിസൈൻ കാണാം. ബാൽക്കണി കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽസ് ഉപയോഗിച്ചിട്ടാണ്. അതിനുള്ളിൽ ടഫന്റെ ഗ്ലാസ് ഇട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിലും സ്പോട്ട് ലൈറ്റുകൾ വരുന്നുണ്ട്. ചെറിയ LED ബൾബുകളുണ്ട്. ചെറിയൊരു ടെക്സ്റ്റർ വർക്ക് വരുന്നുണ്ട്. വളരെ ഭംഗിയായിട്ട് നല്ല രീതിയിൽ തന്നെയാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ കാണാം ഓപ്പോസിറ്റ് ഒക്കെ ആയിട്ട് ധാരാളം വീടുകൾ വരുന്നുണ്ട്. നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു വീടിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ടു കഴിഞ്ഞ് നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൂടി നോക്കാം. ഇന്ന് നിങ്ങളെ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് തേവയ്ക്കൽ വിദ്യോദയ സ്കൂളിൽ നിന്നും വെറും 3 കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇടപ്പള്ളി പുക്കാട്ടുപടി റൂട്ടിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. മെയിൻ റോഡിൽ നിന്നും വെറും 500 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. എല്ലാ സ്ഥലങ്ങളിലേക്കും എളുപ്പത്തിൽ എത്തിപ്പെടാവുന്ന ആക്സസ് ഉള്ള നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. 5.25 സെന്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. 5.25 സെന്റ് ലാൻഡിൽ 2500 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ വീടിന്റെ ഫ്രണ്ടിൽ 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. നമുക്ക് ഡ്രിങ്കിങ് വാട്ടറിനായിട്ട് കിണറുണ്ട്. മറ്റൊരു ഓപ്ഷൻ ആയിട്ട് KW കൂടിയാണ് എടുക്കാൻ പറ്റുന്നത്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. 2500 സ്ക്വയർ ഫീറ്റ് നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്ന ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 86 ലക്ഷം രൂപയാണ്. നിങ്ങൾക്കറിയാം 5.25 സെന്റ് സ്ഥലം 2500 സ്ക്വയർ ഫീറ്റിൽ 86 ലക്ഷത്തിന് കിട്ടുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലാഭകരമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് നെഗോസിയേഷൻ ഒന്നും ചോദിക്കരുത്. എങ്കിലും നമുക്ക് തീർച്ചയായിട്ടും വീട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓണറായിട്ട് സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ റേറ്റിൽ മാർബിൾ ഹോംസിന്റെ സൈഡിൽ നിന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നതാണ്. നമുക്ക് വർക്ക് ഏരിയ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചെയ്തെടുക്കാം. നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. കിച്ചണിൽ പറഞ്ഞു സാധാരണ വീടുകൾ കാണാറില്ല. നമുക്ക് സ്മോക്ക്ലെസ് അടുപ്പ് കൂടി ഇവിടെ കിട്ടുന്നുണ്ട്. അലക്കുകല്ല് പുറത്തുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പൊ ഈ വീട് സ്വന്തമാക്കാനും കാണാനും ഒക്കെ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന മാർബിൾ ഹോംസിന്റെ നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.